കൂടുതൽ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ. ഞാൻ ചെയ്യാത്ത ബിസിനസ് ഒന്നും ഇല്ല, മനസ്സിലായ? പലചരക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്, ഹോട്ടൽ നടത്തിയിട്ടുണ്ട്, തുണി കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല പല ബിസിനസ് നടത്തിയപ്പോഴും അതിനെല്ലാം അവസാനം ഉണ്ടായത് നഷ്ടം എന്നുള്ള ആ രണ്ടക്ഷരമാണ്. നഷ്ടം, കടബാധ്യതയിലേക്ക് നമ്മളെ നയിച്ചു എന്നല്ലാതെ വേറൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു നഷ്ടവും ഇല്ലാതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നും നഷ്ടപ്പെടാനില്ല ഡയറക്ട് സെല്ലിംഗിൽ, നേടാൻ മാത്രമേ ഉള്ളൂ. അല്ലെ, നഷ്ടപ്പെടുവാനില്ലൊന്നും നല്ല പാട്ട് കേട്ടില്ലേ ഞങ്ങള്? ഇവിടെ നേടാൻ മാത്രമേ ഉള്ളൂ നമുക്ക്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണോ, ഇത് നടക്കുമോ ഇല്ലയോ? ഇല്ലേ, ഒരു കട തുടങ്ങുമ്പോൾ പോലും നിങ്ങൾ എന്താ ചിന്തിക്കുക? ഈ കട ഇന്ന സ്ഥലത്ത് നമ്മൾ തുടങ്ങിയാൽ അവിടെ നടക്കുമോ, വിജയിക്കോ ഇല്ലയോ നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ അവിടെ നടക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ അതിന്റെ ലൊക്കേഷൻ ശരിയല്ല, അവിടെ വേറെ കുറെ കടകളുണ്ട്, അതുകൊണ്ട് അവിടെ വേണ്ട, നമ്മൾ വേറെ സ്ഥലത്ത് തുടങ്ങാൻ പറഞ്ഞിട്ട് കടയായി അങ്ങോട്ട് മാറും. ഇല്ലേ, എന്ത് ചെറിയ സ്ഥാപനം തുടങ്ങിയാലും നമ്മൾ 100 തവണ ചിന്തിച്ചിട്ടാണ് ആ ബിസിനസ് പ്രസ്ഥാനത്തിലേക്ക് പോവുള്ളൂ. അതുപോലെയാണ് ഇപ്പോ വരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന സംവിധാനം ട്രഡീഷണൽ സിസ്റ്റമാണ്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയൊന്നും ഒരിക്കലും അതൊരു കസ്റ്റമർക്ക്, ഒരു കൺസ്യൂമർക്ക് ഡയറക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്കറിയാം, അതിനെല്ലാം കുറെ ചാനലുകളുണ്ട്. ഇല്ലേ, കുറെ ചാനലുകളുണ്ട്. ആ ചാനലുകളെല്ലാം കഴിഞ്ഞിട്ട് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ, പിന്നെ അതുപോലെ സ്റ്റേറ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഇതിൽ ഏജൻസി ഉണ്ടാവും. അങ്ങനെ ഓരോരോ കഴികളിലൂടെ വന്ന് ആണ് റീറ്റെയിൽ ഷോപ്പിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത്, നമ്മളെ പോലുള്ള സാധാരണക്കാരൻ വാങ്ങുന്നത്. അതൊരു ട്രഡീഷണൽ സിസ്റ്റമാണ്. അത് നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇനി ലോകം മുഴുവൻ വരാൻ വേണ്ടി പോകുന്നതും അത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതും ചില രാജ്യങ്ങളിൽ പ്രൂവ് ചെയ്തതുമായ, വിജയിച്ചതുമായ ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ സിസ്റ്റം ക്രമേണ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും ഇത് ആദ്യം തന്നെ ഏറ്റെടുക്കുകയും അവിടെയെല്ലാം നിയമങ്ങൾ കൊണ്ടുവരികയും മിനിസ്ട്രി കൊണ്ടുവരികയും ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനെ വീക്ഷിച്ച് അതിന്റെ നിയമവശങ്ങളെല്ലാം പരിരക്ഷിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായിട്ട് പല രാജ്യങ്ങളിലും നിലവിലുള്ള തെളിയിക്കപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ, ഭാഗ്യം കൊണ്ട് തന്നെ പറയാം നമുക്ക്, അല്ലെ, ഇന്ത്യയിൽ അല്പം വൈകി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഇന്ന് അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഇന്ത്യയിൽ അല്പം നിയമപരമായിട്ട് ഇതിനെ അംഗീകരിക്കാൻ അല്പം വൈകിപ്പോയി. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം തന്നെ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ഇതിന്റെ വില. അത്രയും കാലം ഇതൊരു അംഗീകരിക്കപ്പെടാത്ത ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംതിങ് റോങ്. അത് ചെയ്യുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ശരിയല്ല, എന്തോ ഒരു സംതിങ്, വേറെ പണിയൊന്നും ഇല്ലാതെ ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലുള്ളത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ആളുകൾ പല കമ്പനി ചെയ്യും, കുറച്ച് മാസം ചെയ്യുമ്പോൾ ആ കമ്പനി ഉണ്ടാവില്ല, പിന്നെ അടുത്ത കമ്പനിയിലേക്ക് പോകും, ഇപ്പൊ എന്താ പരിപാടി എന്ന് ചോദിക്കും. ഇല്ലേ, ഇങ്ങനെ സ്വയം നമ്മൾ കളിയാക്കപ്പെടുന്ന ഒരു അവസരം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. ആളുകൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നഷ്ടം ഉണ്ടാവില്ല. അതിന് പേര് വേറെ പേരാണ്, മണി ചെയിൻ എന്നാണ് പറയാം. മണി ചെയിനും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടില്ല. ഇതിന്റെ സോഫ്റ്റ്വെയർ അവർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണ്ടാൽ ഒരേപോലെ ഇരിക്കും. സോഫ്റ്റ്വെയറിലൂടെയാണ് അതും ചെയ്യുന്നത്. ഇല്ലേ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡയറക്ട് സെല്ലിംഗിൽ കൂടുതൽ അതിശക്തമായ വരുമാനം കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബൈനറി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 2 ചാനലിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം. സൺഫ്ലവർ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ലെവൽ പ്ലാനുകളുണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള പ്ലാനുകളുണ്ട്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടും ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് വിജയിക്കാൻ പറ്റുന്നതുമായ പ്ലാനാണ് ഹൈബ്രിഡ് ബൈനറി എന്ന് പറയുന്നത്. ഒരു ബൈനറിയിലൂടെ തന്നെ നിരവധി വരുമാനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഒരു ബൈനറിയിലൂടെ ഒരു വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 1-2 വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ബൈനറിയിലൂടെ ഹൈബ്രിഡ് ഇൻകം കൊടുക്കുക, പലതരത്തിലുള്ള ഇൻകം കൊടുക്കുക. അതാണ് വയറ്റോറിയം ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം.
അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ കണ്ടിട്ടാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് മണി ചെയിൻ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മണി ചെയിൻ എന്ന് പറഞ്ഞാൽ പണം നിക്ഷേപിക്കുകയും ആ പണത്തിന് ഇത്ര രൂപ വെച്ച് ലാഭവിഹിതം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. അത് ഇലീഗലാണ്, അത് ഇന്ത്യയിൽ നിരോധിച്ചതാണ്. അത് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഭാവിയിൽ അവർക്കെല്ലാം ലീഗൽ പ്രോബ്ലം നേരിടേണ്ടി വരും. അത്രയും കർശനമായ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ ഇതുപോലുള്ള ഫണ്ട് നിക്ഷേപിക്കുന്ന കമ്പനികളിൽ ഒരാളും ചെന്ന് പെടരുത്. ഈസി മണിക്ക് വേണ്ടി പോയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം നമ്മുടെ നാട്ടിൽ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആസ്തികൾ മുഴുവൻ മരവിപ്പിക്കുന്ന ആക്ടുകൾ പോലും നമ്മുടെ ബഡ്സ് ആക്ട് എന്ന് പറയും. ബഡ്സ് ആക്ട്. ഇതുവരെ നിങ്ങൾക്കുണ്ടായ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും മുഴുവൻ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന ഒരു നിയമമാണ് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫണ്ട് കമ്പനികൾ പണം ആളുകൾക്ക് വാങ്ങുക, നിക്ഷേപിക്കുക, ഇത്ര രൂപ തരാ എന്ന് പറയാ. അതിന് ഇവിടെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ നിയമം അനുസരിച്ച് ബാങ്കുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് ചെന്ന് പെടരുത് എന്നാണ് ഞാൻ ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാറുണ്ട്. ചിലത് ഇപ്പോഴും പല രീതിയിലും നടക്കുന്നത് ഇവിടെ. ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ നടക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി ഒറിജിനൽ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലേ? ആ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിങ്ങൾക്ക് വാങ്ങി സൂക്ഷിക്കാം. വില കൂടുമ്പോൾ വിൽക്കാം, വില കുറഞ്ഞാൽ നഷ്ടവും സംഭവിക്കും. അത് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ട്. 30% ടാക്സ് അതിന് കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ക്രിപ്റ്റോ കറൻസി ആളുകളിലൂടെ റഫറൽ മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവരുന്ന സംവിധാനം ഇല്ലീഗലാണ്. അതിലൊന്നും ചെന്ന് പെടരുത് എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, ബഹുമാനത്തിന്റെ ഭാഷയിൽ ഈ സുപ്രഭാതത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്? ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നം, ഇല്ലേ, നമ്മളിലൂടെ അത് വാങ്ങി ഉപയോഗിച്ച കസ്റ്റമേഴ്സ് ഇത് ബെസ്റ്റ് ആണ്, ഇത് നല്ലതാണ് എന്ന് നമ്മുടെ ബന്ധുക്കളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ പരിചയക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും അങ്ങനെ അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ അവർ വാങ്ങി ഉപയോഗിക്കുകയും അവർ വീണ്ടും അടുത്ത അവരുടെ സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു റെഫറൽ സിസ്റ്റമാണ് ഡയറക്ട് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റിടത്ത് പ്രൊഡക്റ്റ് ഇല്ല മണി ചെയിനിൽ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. ആ പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം? അതാണ് ഏറ്റവും പ്രത്യേകത. ആ പ്രൊഡക്റ്റ് ജെന്യൂൻ ആയിരിക്കണം, യുണീക്ക് പ്രൊഡക്റ്റ് ആയിരിക്കണം. അത് മാർക്കറ്റിൽ ചന്തയിലെല്ലാം കിട്ടുന്ന പ്രൊഡക്റ്റ് ആവരുത്. പ്രധാന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൺ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. മറ്റുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത് കുറച്ചെല്ലാം ഉപയോഗിക്കാം. എന്നാലും സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ആ കമ്പനിക്ക് ഉണ്ടാകണം. ഓൺ പ്രൊഡക്റ്റ് ഉണ്ടാവണം, യുണീക്ക് പ്രൊഡക്റ്റ് ഉണ്ടാകണം. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അത്ര സുലഭമല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കണം. അത് ഉപയോഗിച്ചാൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം. അതിന് റീസണബിൾ റേറ്റ് ആയിരിക്കണം. അമിതമായ വില ഈടാക്കാൻ വേണ്ടി പാടില്ല. റീസണബിൾ റേറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു കൺസ്യൂമർ അത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കത് ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഗുണം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അവര് അത് അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്യും. ഇങ്ങനെ സത്യസന്ധമായ ഒരു പരസ്യം, ഇവിടെ പരസ്യക്കാരില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ചാനലുകാരില്ല, സെലിബ്രിറ്റീസ് ഇല്ല, ഒന്നുമില്ല. അവർക്കെല്ലാം കൊടുക്കുന്ന ട്രഡീഷണൽ, എല്ലാവർക്കും ഇത് അറിയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഡെപ്തിലേക്ക് ഒന്നും പോകുന്നില്ല. അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു മോർ ദാൻ 60% അല്ലെ, 60% കൂടുതൽ അവരാണ് കൊണ്ടുപോകുന്നത്. അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു ലാഭവിഹിതമാണ് നമ്മളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. അവർക്ക് ചാനലുകാർക്കും സെലിബ്രിറ്റീസിനും അതിന്റെ മുൻനിരക്കാർക്കും കിട്ടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വരും. അതുകൊണ്ടാണ് അവരെപ്പോഴും കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, CNF ഏജന്റുമാര്, ഇതിന്റെ ഹോൾസെയിൽ ഏജന്റുമാര്, ഇല്ലേ, ചാനലുകാര്, സെലിബ്രിറ്റീസുകാരൊക്കെ വലിയ കോടീശ്വരന്മാരായിക്കൊണ്ടേയിരിക്കും. നമ്മളെ പോലുള്ള സാധാരണക്കാരൻ എപ്പോഴും ഒരു കൺസ്യൂമർ ആയിട്ട് ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പണിയെടുക്കുക, സാധനങ്ങൾ വാങ്ങുക, ഉപയോഗിക്കുക, വീണ്ടും പണിയെടുക്കുക, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ഈ ഒരു പണിക്കാരന്റെ ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു മെച്ചവും നമുക്ക് സാധാരണ ട്രഡീഷണൽ ബിസിനസ്സിൽ ഉണ്ടാവില്ല. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി ചെയ്യുന്ന കാര്യം, ഇല്ലേ, ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ ആയാലും അല്ലെങ്കിൽ ആരായാലും ആയിക്കോട്ടെ, മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ഏത് നടനോ നടിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ആ സെലിബ്രിറ്റീസ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഇപ്പോ ആര് ചെയ്യേണ്ടത്? നമ്മളിവിടെ ചെയ്യേണ്ടത്. ബയോട്ടോറിയത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന കാശ് നമുക്കറിയാം. ഒരു പരസ്യത്തിൽ 2 മിനിറ്റൊക്കെ അഭിനയിച്ചാൽ കോടിക്കണക്കിന് രൂപ മേടിക്കുന്ന, ഇല്ലേ, ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? ഷാരൂഖ് ഖാൻ ആയാലും അമിതാഭ് ബച്ചൻ ആയാലും ആരായാലും XY. ആ രീതിയിലേക്കുള്ള ബ്രാൻഡ് അംബാസഡർമാരാണ്, സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം.
കാരണം ഇവിടെ ലീഗലായിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ അംഗീകരിച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രൂവൺ ഇൻഡസ്ട്രിയാണ്. ലോക രാജ്യങ്ങളിൽ, നിരവധി രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ കോടാനുകോടികൾ സമ്പാദിച്ച, കോടികളൊന്നും അല്ല ഇവിടെ സമ്പാദിച്ച ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാം, നമ്മൾ കുട്ടിക്കാലത്തായാലും അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ കുട്ടികളെ ആയാലും നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? കുട്ടികളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം. വിദ്യാഭ്യാസം ഉണ്ടായാലേ ഈ ലോകത്ത് എന്ത് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. അറിവ് വളരെ പ്രധാനമാണ്. അറിവ് മാത്രം പോരാ, അറിവിന്റെ ഒപ്പം എന്ത് വേണം? ആക്ഷനും കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. നോളജ് പ്ലസ് ആക്ഷൻ ആണ് സക്സസ് എന്ന് പറയുന്നത്. വെറും നോളജ് ഉണ്ടായിട്ട് ആക്ഷൻ എന്തെങ്കിലും സക്സസിലേക്ക് എത്തില്ല. നോളജ് ഇല്ലാതെ വെറും ആക്ഷൻ ഉണ്ടായാലും സക്സസിൽ എത്തില്ല. മനസ്സിലായില്ലേ? രണ്ടും കൂടി ചേരണം. നോളജ് ഉണ്ടാവണം, ഇല്ലേ, പ്ലസ് ആക്ഷൻ ഉണ്ടാവും. നോളജ് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു സക്സസ്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോ കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഇപ്പൊ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? ജോലി എന്നുള്ള, ഇല്ലേ, ഇന്ന കാര്യങ്ങൾ പഠിച്ച ഇന്ന ജോലി നിനക്ക് നേടാം. +2 കഴിഞ്ഞാൽ നിനക്ക് ജോലിയിലേക്കാണ് അവരെ നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ട് ഇന്നെ പഠിച്ചാൽ നിനക്ക് ഇന്ന ജോലി കിട്ടും, അതിന് പോകണ്ട, ഇന്ന് പഠിച്ചോളൂ, അപ്പൊ ഇന്ന് ജോലി കിട്ടും. അപ്പൊ ഒരു ജോലിയുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കുട്ടികളിലേക്ക് നമ്മൾ ഇന്ന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? അതാണ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. എന്താണോ ഇൻപുട്ട് അതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഒരു ജോലിയുടെ സോഫ്റ്റ്വെയർ നമ്മൾ കുട്ടികളിലേക്ക്, തലമുറകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോലിയിലേക്ക് ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ജോലി എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട് സോൺ ആണ് എന്നുള്ളതാണ്. മാസം തോറും ഒരു ശമ്പളം കിട്ടും, അല്ലെ? സേഫ് ആണ്, റിസ്ക് ഇല്ല. അതാണ് ജോലി തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ജോലി ഏതായിരിക്കും? ഗവൺമെന്റ് ജോലിയാണ്, അല്ലെ? ഗവൺമെന്റ് ജോലിയാകുമ്പോൾ ഒന്നും കൂടി സെക്യൂർ ആണ്. എല്ലാ മാസവും, ഇല്ലേ, എണ്ണിച്ചുട്ട അപ്പം എന്നൊക്കെ പറയും നമ്മൾ. എണ്ണിച്ചുട്ട അപ്പം ആണെങ്കിൽ പോലും, ഗ്രാമീണ ഭാഷയിൽ പറയാണ്, ഇല്ലേ, ഭാസ്കര ഭാഷ, എണ്ണിച്ചുട്ട അപ്പം ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ ഒരു പെൻഷൻ സ്കീം ഉണ്ടാവും, അല്ലെ? പ്രായമാകുമ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഗവൺമെന്റ് ജോലി, ഒരു ഗവൺമെന്റ് ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം സേഫ് ആയി എന്ന് പറയുന്ന ഒരു സമൂഹമാണ് പൊതുവേ ഉള്ളത്, അല്ലെ? ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ജോലിയൊക്കെ വിട്ടിട്ട് കുട്ടികൾ വിദേശങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? പല രാജ്യങ്ങളിലും, UK, USA, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ വിദേശ രാജ്യങ്ങളും. ആദ്യം ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു നമ്മുടെ പോക്കുണ്ടായിരുന്നെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഇന്ന് ആളുകൾ മാറിയിട്ട്, അല്ലെ, ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടി തുടങ്ങിയിരുന്നു. എന്തായാലും നമ്മുടെ ആ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ജോലിയുടെ സോഫ്റ്റ്വെയർ ആണ്. നമ്മളൊരു ജോലിക്കാരനായിട്ട് മാറാതെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നിരവധി ആളുകൾക്ക് അവസരം കൊടുക്കുന്ന, അല്ലെ, ഒരു വലിയൊരു ബിസിനസ്സുകാരനായിട്ട് മാറാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കുട്ടികളിലേക്ക് ഇനി ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ കേവലം ഒരു ജോലിക്കാരനായി മാറാതെ നിരവധി ആളുകൾക്ക് അവസരങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കുന്ന, നിരവധി കുടുംബങ്ങളെ നമുക്ക് കയ്യേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീരൊപ്പാൻ വേണ്ടി സാധിക്കുന്ന ലോകം അംഗീകരിച്ച ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തലമുറയെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം നമുക്ക്. അപ്പോഴാണ് വിപ്ലവകരമായ മാറ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇല്ലേ, ഇവിടെ ഒന്നും വേണ്ട, ഇല്ലേ, നമ്മൾ പണ്ട് പറയും പോലെ, ഇല്ലേ, നോ ലാൻഡ് വേണ്ട, ലേബർ വേണ്ട, ക്യാപിറ്റൽ വേണ്ട. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നഷ്ടപ്പെടുവാനില്ലൊന്നും, അല്ലെ? ഇവിടെ നേടാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ബിസിനസ് ചെയ്യണമെങ്കിൽ, ഇല്ലേ, ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം. അത് സാധാരണക്കാരന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിങ്ങിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രി ആണെന്നുള്ളതാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളെല്ലാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെല്ലാം സാധാരണക്കാരനാണ്. ഇപ്പൊ സാധാരണക്കാരനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനും ലോകത്ത് 2 ചേരികളാണ് ഇന്ന് നിലവിലുള്ളത്, ഇല്ലേ? 2 ചേരികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ, ഇല്ലേ, ESBN പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് 2 ചേരികളാണ്. ഒന്ന് തൊഴിലാളികൾക്ക്, ഇല്ലേ, ജോലി ചെയ്യുന്ന ആളുകൾ, സെൽഫ് എംപ്ലോയ്മെന്റ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സ്. ഇങ്ങനെ 2 ചേരികൾ. ലോകത്തിലെ 95% ആളുകൾ നിൽക്കുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, കൂലിപ്പണിക്കാർ, എന്തെങ്കിലും ജോലി ചെയ്ത് അതാത് ദിവസത്തെ ചാവൽ റൊട്ടി എന്ന് പറയും ഹിന്ദിയിൽ, അല്ലെ, ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ. 95% ആളുകൾ അതാണ്. അവിടെ നിന്നാണ് നമുക്ക് അപ്പുറത്തെ സ്റ്റേജിലേക്ക് മാറേണ്ടത്. നമ്മളെ പോലുള്ള ആളുകളെല്ലാം 95% ആളുകൾ ഇപ്പുറത്താണുള്ളത്. ഇപ്പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ മറ്റേ മറചേരിയിലേക്ക് മാറാനുള്ള ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ്. യഥാർത്ഥത്തിൽ സോഷ്യലിസം നടപ്പിലാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് നമുക്കുള്ള സാധാരണക്കാരനുള്ള അസാധാരണക്കാരനാവാനുള്ള ഇൻഡസ്ട്രി. അതുകൊണ്ട് നമ്മൾ ഇത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു റിസ്ക് ഇല്ല എന്നുള്ളതാണ് വേറൊരു പോയിന്റ് അല്ലെ. ഡയറക്ട് സെല്ലിംഗിൽ ഒരു റിസ്ക് ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നോ ബോസ്. ഇവിടെ ഒരു ബോസും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. അതുകൊണ്ട് തന്നെയാണ് പലരും മടിയന്മാരായി മാറുന്നത്. മനസ്സിലായ? അപ്പൊ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ബിസിനസ് ഉണ്ടെങ്കിൽ വെക്കാനില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിവിടെ അലസന്മാരായി മാറരുത്. എന്നോട് ചോദിക്കാനും പറയാൻ ആരുമില്ല അല്ലെ. എന്തേ മനോജ് ഇന്ന് ബിസിനസ് ഉണ്ടോ, ഇന്ന് എത്ര PV ഉണ്ട്, എത്ര പേരെ കണ്ടു എന്ന് എന്നോട് ആരും ചോദിക്കാനില്ല. പക്ഷേ ഇത് എന്റെ ബിസിനസ് ആയിട്ട് ഞാൻ ഏറ്റെടുക്കണം. അതുപോലെ നിങ്ങളൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കൾ. ജീവിതം എന്ന് പറഞ്ഞ ഒറ്റ തവണയുള്ളൂ. ഓരോ ദിവസങ്ങളും വെറുതെ തള്ളി നീക്കല്ലേ പ്ലീസ്. മനസ്സിലായ? സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ സമയം നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സമയം തിരിച്ചു കിട്ടില്ല. ഇന്നലെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഒരിക്കലും അത് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതിന്റെ സമയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ടൈം പ്ലസ് എനർജി, സമയവും ഊർജവും നമ്മൾ ചെലവാക്കുമ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് എത്തുക. നിങ്ങൾ ടൈം ഉപയോഗിക്കുന്നില്ല, അവിടെ കഥ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിരിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ടൈം പ്ലസ് എനർജിയാണ് നമ്മളെ ക്യാഷ് വരുള്ളൂ, നമുക്ക് സക്സസിലേക്ക് എത്തുള്ളൂ. ആരാണോ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി എനർജി ചെലവാക്കണം. എനർജി ചെലവാക്കാതെ എവിടെയെങ്കിലും പണം കിട്ടുമോ? എനർജി ഉപയോഗിക്കാതെ എവിടെയെങ്കിലും പണം കിട്ടുമോ? എനിക്കറിയില്ല കേട്ടോ. ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ പോലും അവന് ടിക്കറ്റ് വിൽക്കണമെങ്കിൽ രാവിലെ അവന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഓരോരുത്തരുടെയും മുഖത്തും ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നോ 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 എന്ന് പറയുമ്പോഴും അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുക. ഒരു ലോട്ടറി ഏജന്റും കരയുന്നത് കണ്ടിട്ടില്ല. മനസ്സിലായ? ആര് വേണ്ട എന്ന് പറഞ്ഞാലും 12 മണി 1 മണി 2 മണിക്ക് മുമ്പിൽ അവന്റെ ടിക്കറ്റ് എല്ലാം തീർന്നിരിക്കുന്നുള്ളതാണ്. മനസ്സിലായി? അവൻ അധ്വാനിക്കുന്നുണ്ട്. ഒരു ഹോട്ടൽ തൊഴിലാളി അധ്വാനിക്കുന്നുണ്ട് ഇല്ലേ, ഒരു ബസ് തൊഴിലാളി അധ്വാനിക്കുന്നുണ്ട്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും അവരുടേതായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? പിന്നെ ലോട്ടറി അടിച്ചാലോ എന്നുള്ളത്, ലോട്ടറി അടിച്ചവരെ കഥയെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതെല്ലാം വന്നു ഇതാ വന്നു ഇതേ പോയി എന്ന് പറയുന്ന അവസ്ഥയാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ സമയവും എനർജിയും ചെലവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. സമയം ഇങ്ങനെ വെറുതെ പാഴാക്കി കളയാണ് പലരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ടൈം മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം ഡയറക്ട് സെല്ലിംഗിൽ. അപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജോലിക്ക് പോയാൽ നമുക്ക് മാത്രം നമ്മൾ ജോലി ചെയ്യുമ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മുടെ ടൈം ലിവറേജ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ജീവനന്തം പണിയെടുത്താലും ഇത്ര മണിക്കൂറേ പണിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ, എത്ര പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച വേതനം മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ടൈമും എനർജിയും കൂടുമ്പോഴാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് 8 മണിക്കൂർ മാത്രമേ ഒരു ദിവസം അധ്വാനിക്കാൻ പറ്റുമെങ്കിൽ അതിന് കണക്കായ വേതനം മാത്രമേ നമുക്ക് എവിടെ കിട്ടുള്ളൂ? ട്രഡീഷണൽ ബിസിനസ്സിൽ കിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ 8 മണിക്കൂർ അധ്വാനിച്ചാൽ മതി, 10 മണിക്കൂറൊന്നും അധ്വാനിക്കണ്ട. 8 മണിക്കൂറേ നിങ്ങൾ അധ്വാനിക്കുന്നില്ലെങ്കിൽ പോലും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ പ്രൊജക്റ്റും അല്ലെ, ഈ ഓപ്പർച്യൂണിറ്റിയും ഈ അവസരവും സാധ്യതകളും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തയ്യാറാകുമ്പോൾ, നമുക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ടൈം എന്താവുന്നു? ടൈം മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. സമയം ഇരട്ടിപ്പിക്കുന്നു എന്നുള്ളതാണ്. സമയം നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ പ്രവർത്തന സമയം കൂട്ടാൻ വേണ്ടി സാധിക്കണം. ഒറ്റക്കാണെങ്കിൽ 8 മണിക്കൂറേ പറ്റുള്ളൂ അല്ലെ. 10 പേരുണ്ട്. ഈ 10 പേര് നിങ്ങളുടെ ടീമിൽ 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 20 മണിക്കൂറായി അല്ലെ. ആ 10 എന്നുള്ള ടീമിനെ 100 പേരാകുമ്പോൾ അവരും 2 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്രയായി? 100 × 2 200 മണിക്കൂറാവും. അത് 1000 പേരുണ്ടെങ്കിൽ എത്ര മണിക്കൂറാവും അല്ലെ? 2000 മണിക്കൂറാവും. ഇങ്ങനെയാണ് അതിന്റെ ഗ്രോത്ത് വരുന്നത്. ഈ ഗ്രോത്ത് ആണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, നല്ലൊരു വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ എന്താ പറയാ ടൈം ലിവറേജ് ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇപ്പൊ ടൈം ലിവറേജ് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് OT എന്ന് പറയാം നമുക്ക് അല്ലെ, other people's time and other people's talent. മറ്റുള്ളവരുടെ സമയവും അവരുടെ കഴിവുകളും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓരോ സാധാരണക്കാരനും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ കഴിവും ടാലന്റും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ അംബാനിക്കും അദാനിക്കും ടാറ്റയ്ക്കും ബിർളക്കും അല്ലെങ്കിൽ ഗോയങ്കക്കും അതുപോലുള്ള ആളുകൾക്കെല്ലാം തന്നെ എന്ത് ചെയ്യാം, അതർ ടാലന്റും അതർ ക്വാളിഫിക്കേഷനും അവരുടെ കഴിവ് ഉപയോഗിക്കാൻ പറ്റും. അവരെ ശമ്പളത്തിന് നിയമിച്ചുകൊണ്ട് അല്ലെ, ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അവിടെയും ടൈം ലിവറേജ് ആണ് വ്യവസായികൾ എടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കിവിടെ പണം മുടക്കാനില്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ജോലിക്കാരനെ വെക്കാൻ നമുക്ക് പറ്റില്ല ഇല്ലേ, അതിന് പണമില്ല നമ്മളെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ആളുകൾ
95% ആളുകളും സെലക്ട് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മുടെ ടൈം ലിവറേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈമും എനർജിയാണ് നമുക്ക് പണം ഉണ്ടാക്കി തരുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അപ്പൊ ടൈം ലിവറേജ് വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ബൈ ദ പ്രൊഡക്റ്റ്, യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഷെയർ ദ പ്രൊഡക്റ്റ്. അത് ഷെയർ ചെയ്യാൻ തയ്യാറാകണം. പലരും ഷെയർ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരിലേക്ക് പണം എത്താൻ വൈകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. കൃത്യമായിട്ട് ഉപയോഗിച്ച റിസൾട്ടുകളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മളൊന്നും കള്ളത്തരം ഒന്നും പറയുന്നില്ല ആരടുത്തും, അല്ലെ? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്ത് പോവുക. അതാണ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇതിനകത്തേക്ക് കടന്നു വരാം, അല്ലെ? ഒരു ഏജ് ലിമിറ്റ് ഇല്ല, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒറ്റ ക്വാളിഫിക്കേഷൻ മാത്രമേ ഈ ഡയറക്ട് സെല്ലിംഗിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവശ്യമുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ടെൻഷൻ ഇല്ല, റിസ്ക് ഇല്ല, ഒന്നുമില്ലാത്ത, അല്ലെ, ഇത്രയും നേടാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഇതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ പല പല ഗുണങ്ങളുണ്ട്, അല്ലെ? റിലേഷൻഷിപ്പ് വർദ്ധിക്കുന്നുള്ളത്, നമ്മുടെ ബന്ധങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ സുപ്രഭാതത്തിൽ ഇരിക്കുന്ന നമ്മൾക്ക് പലർക്കും പരസ്പരം നേരത്തെ യാതൊരു പരിചയം ഉണ്ടായിരുന്നു, അല്ലെ? കൃഷ്ണകുമാർ സാർ എവിടെയോ മിലിറ്ററിയിൽ ജോലി ചെയ്ത ആളാണ്, അല്ലെ? അവിടെ കാശ്മീരും അവിടെ ഇവിടെയൊക്കെ പോയി അയാൾ 1 മണിക്കൂർ ഇരുന്നാൽ പിന്നെ കഥകൾ പറയാനുണ്ടോ ഇഷ്ടം പോലെ, അല്ലെ? ഭാസ്കര മാഷ നമുക്ക് പരിചയമില്ല, ആരെയും പരിചയമില്ല. ഇവിടെ പ്രഭാകരനെയും പരിചയമില്ല. കുറച്ചാളെ മുഖം കാണുന്നുണ്ട്, ഞാൻ അവരുടെ പേര് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരിചയമില്ല. പക്ഷെ ഇന്ന് നമ്മളെല്ലാം കുടുംബ സുഹൃത്തുക്കളെ പോലെയാണ്, അല്ലെ? അടുത്ത ബന്ധുവിനേക്കാളും സ്നേഹം നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഈ ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത. റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ബന്ധങ്ങൾ നമുക്ക് സാധിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അല്ലെ? വ്യക്തിത്വ വികസനം. നമ്മൾ ഈ പ്രോഗ്രാമിൽ വരികയും പങ്കെടുക്കുകയും ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ വ്യക്തിത്വം ഒന്ന് വികസിക്കുന്നു. ആ സങ്കുചിത മനസ്സെന്നെല്ലാം മാറിയിട്ട് വിശാല മനസ്സിലേക്ക്, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള രീതിയിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും, അല്ലെ, ഒരു സഹോദരനെ പോലെ കാണാനും അവരെ സ്നേഹിക്കാനും സേവിക്കാനുള്ള ഒരു വിശാലമായ ഒരു മനസ്സ് നമ്മളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് വേറൊരു ഗുണം എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മുതൽ, അല്ലെ? ഒന്നും മിണ്ടാത്ത ആളുകൾ പോലും നമ്മളെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ വലിയ വാചകടിക്കാരനായി മാറുന്നുള്ളതാണ്. അതിന് സംസാരിക്കാനുള്ള കഴിവ്, എബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലെ പലതരത്തിലുള്ള കഴിവുകൾ, അല്ലെ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ എപ്പോഴും നമ്മൾ വിജയിക്കണമെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. അതിലൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. സംസാരശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്ത് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല മുതലായ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വന്ന് പഠിച്ചെടുക്കും, ഇല്ലേ? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ അവരുടെ ബഹുമാനം ആർജിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവും. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ മാത്രമല്ല, നമ്മുടെ വസ്ത്രധാരണത്തിൽ പോലും, ഇല്ലേ? വെറുതെ ഒരു ലുങ്കി തോർത്ത് മേലെ മുണ്ടൂക്ക് കൊടുത്ത് നടക്കുന്ന ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോ, ഇല്ലേ, ഒരു പാന്റും ഷർട്ടും, അല്ലെ, ഒരു ഷൂ ഒക്കെ ധരിച്ചുകൊണ്ട് അവന്റെ എന്താ പറയാ തരത്തിലുള്ള വസ്ത്രധാരണത്തിൽ പോലും നോട്ട് പോലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മൊത്തത്തിൽ മാറുന്നൊരു സംവിധാനം ഏറ്റെടുത്ത ആളുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുകൾ, അല്ലെ? സ്റ്റേജിൽ കയറിയിട്ട് പറയുന്ന കേൾക്കണം. കൊണ്ട് ജീവിതത്തിൽ സ്കൂളിൽ പഠിച്ച സമയത്തോ കോളേജിൽ പഠിച്ച സമയത്ത് പോലും ഇപ്പൊ മൈക്ക് കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സ്കില്ല് അറിഞ്ഞോ അറിയാതെ മറ്റൊരു ലെവലിലേക്ക് ഒരു സാധാരണക്കാരനെ മാറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നേഷൻ, അല്ലെ? നിങ്ങൾ സൂപ്പറാണ് എന്ന് വിളിച്ച് നമ്മൾ സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് ആദരിക്കുമ്പോ ഒരു എണീച്ച് കെട്ടിപ്പിടിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന സ്നേഹവും സന്തോഷവും ഉണ്ടല്ലോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അത് വേറെ എവിടെ കിട്ടും, അല്ലെ? ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാളെ ആരെങ്കിലും ഇത് കണക്ക് റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ? ഇല്ല, അല്ലെ? ഒരു കർഷകരെ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഗവൺമെന്റ് ചിങ്ങം 1-ാം തീയതി കർഷക ദിനം എന്ന് പറഞ്ഞ റെക്കഗ്നേഷൻ ഉണ്ട്. അത് എത്ര ആൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? ഒരു പഞ്ചായത്തിൽ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യും.
പക്ഷെ ഇവിടെ ഉടനെ തന്നെ നമ്മൾ അവരെന്ത് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒരു ഫാമിലി ബോണസ് അടിച്ചാൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെ? സീലിംഗ് അച്ചീവ് ചെയ്ത് അവരുടെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പൊ ഈ കാര്യങ്ങളിൽ നിന്നും അതിനുള്ള വലിയൊരു അവസരം ഇവിടെയുണ്ട്. അപ്പൊ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് ഒന്നുകൂടി എന്താവുന്നു, പരിപോഷിക്കപ്പെടുന്നു. അറിയാതെ ഉള്ളിൽ നിന്ന് കൂടുതൽ ആവേശവും കൂടുതൽ കോൺഫിഡൻസും അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അതാണ് വേറൊരു പ്രത്യേകത, റെക്കഗ്നേഷൻ ഉണ്ടാകുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത, അല്ലെ? എവിടെ പോയാലും നമുക്ക് റിലേഷൻഷിപ്പ് എവിടെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും, അല്ലെ, ബന്ധുബലവും സുഹൃത്ത് ബലവും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലോകം മുഴുവൻ നമുക്കൊരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്, അല്ലെ? പിന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഇൻകം ആണെന്നുള്ളതാണ്. മറ്റൊരു ലിമിറ്റഡ് ഇൻകം ആണ്. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ഇൻകം ലിമിറ്റഡ് ആണ്. പക്ഷെ ഇവിടെ അൺലിമിറ്റഡ് ഇൻകം ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അൺലിമിറ്റഡ് ഇൻകം നേടാൻ വേണ്ടി സാധിക്കുന്നു. നിങ്ങളുടെ സ്വപ്നത്തിന്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വരുമാനം നേടാൻ വേണ്ടി ഒരു ഡയറക്ട് സെല്ലിങ്ങിലൂടെ സാധിക്കുന്നുള്ളതാണ്. ഒരു ഷോപ്പ് വെച്ച് ഒരു തുണിക്കട നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗ്രാമത്തിൽ ഒരു ബേക്കറി നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ്. നടക്കുമോ? ഇല്ല, നടക്കില്ല. അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അവിടെ ഒരു കച്ചവടം നടക്കുന്നതിന്, ഒരു ചായ കച്ചവടം നടക്കുന്നതിന്, അല്ലെ, ഒരു ചെറിയ തുണിക്കട വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഒരു ദിവസം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു മാസം 5 ലക്ഷം രൂപ കിട്ടണമെന്ന് ഇമ്പോസിബിൾ ആണ്. അത് ലിമിറ്റഡ് ഇൻകം ആണ്. ഇത് അൺലിമിറ്റഡ് ഇൻകം ആണെന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ലോകം മുഴുവൻ സഞ്ചരിക്കാം, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും, അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നല്ലൊരു മെന്റൽ പവർ, മാനസികാരോഗ്യം വികസിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളും തന്നെ എന്ത് പ്രശ്നവും പ്രതിസന്ധി ഉണ്ടെങ്കിലും തളരൂല എന്നുള്ളതാണ്. മനസ്സിലായ? ആദ്യം വന്ന ആളുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് വെയിലത്ത് മുളച്ച സംഭവമാണ്. വെയിലത്ത് മുളച്ചത് തീയിൽ മുളച്ചത് എന്താണ്? വെയിലത്ത് പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? തീയിൽ മുളക്കുന്ന ആളുകളാണ് ഡയറക്ട് ശുദ്ധി ചെയ്തെടുക്കുന്നതാണ്. മനസ്സിലായ? അഗ്നിശുദ്ധി ചെയ്തെടുക്കുക എന്നൊക്കെ പറയും നമ്മൾ, അല്ലെ? അഗ്നിശുദ്ധി ചെയ്യപ്പെടുന്ന ആളുകളാണ് ഡയറക്ട് സെല്ലിംഗിൽ അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നത്. പലതരത്തിലുള്ള കളിയാക്കലും, കുറ്റപ്പെടുത്തലും, ഒറ്റപ്പെടുത്തലും, പുച്ഛിക്കലും, ടീമിന്റെ ഇടയിലുള്ള വഴക്കും ബഹളവും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എല്ലാം അനുഭവിക്കേണ്ടി വരും. ആ അനുഭവിക്കുമ്പോഴും എല്ലാം അനുഭവിക്കേണ്ടി വരും. നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് കൊണ്ടുവന്ന ആളുകൾ, അവരെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അവരിൽ നിന്ന് പോലും നമ്മളെ കുറ്റപ്പെടുത്തലുകളും പഴിയും കേൾക്കേണ്ടി വരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് അങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത ആളുകളാണ് യഥാർത്ഥ അച്ചീവേഴ്സ് ആയിട്ട് അതിനകത്ത് മാറുക. അവരുടെ മെന്റൽ പവർ എന്ന് പറയുന്നത് വേറൊരു ലെവലിലേക്കായിരിക്കും. അതാണ് വേറൊരു പ്രത്യേകത. ഇതിനകത്ത് വന്ന ഒരാളുകളും ജീവിതം ഉപേക്ഷിച്ചു പോവില്ല. അവര് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവര് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവമുള്ളവരായിട്ട്, എന്താ പറയാ, നമ്മൾ പറയുമ്പോൾ ഒരു കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുള്ളവരായിട്ട് അവര് മാറും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒത്തിരി പ്രത്യേകതകളുണ്ട്, അല്ലെ? അൺലിമിറ്റഡ് ഇൻകം, മറ്റൊരു ലിമിറ്റഡ് ഇൻകം. അവിടെ റെക്കഗ്നേഷൻ ഇല്ല, ഇവിടെ റെക്കഗ്നേഷൻ ഉണ്ട്, അല്ലെ? ആദരിക്കുന്ന നമ്മളെ. അതുപോലെ തന്നെ അവിടെ എന്തില്ല, അവിടെ ബന്ധുക്കളൊന്നുമില്ല, റിലേഷൻഷിപ്പ് ഇല്ല. ഇവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലോകം മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നു, ഇല്ലേ? അങ്ങനെ എന്തെല്ലാം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഏറ്റവും നല്ല ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിൽ, ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സമൃദ്ധി എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 4, 5 അല്ലെങ്കിൽ 100, 500 പേരിൽ ആ രാജ്യത്തിന്റെ പണം മുഴുവൻ കേന്ദ്രീകരിക്കുമ്പോഴല്ല, ആ പണം വികേന്ദ്രീകരിക്കുമ്പോൾ രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും വരുമാനം കൂടുമ്പോഴാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും നമ്മൾ. അത് വർദ്ധിക്കുമ്പോഴാണ് ഒരു രാജ്യം സാമ്പത്തിക സമൃദ്ധിയിലേക്ക് എത്തുന്നത്, ദാരിദ്ര്യത്തിൽ നിന്ന് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, സമൂഹത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കുക. നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വരുമാനം കൂടുമ്പോൾ ആ നാട്ടിൽ സ്വാഭാവികമായിട്ടും സമൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അവിടെ പലതരം വികസനങ്ങൾ വരും, ഇല്ലേ? കാശില്ലെന്നൊന്നും നടക്കില്ല. കാശുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ കൂടി സപ്പോർട്ട് ചെയ്യുന്ന, നമുക്കറിയാം ഗവൺമെന്റിന്റെ പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് 2025 മുതൽ അങ്ങോട്ട് 65,000 കോടിയുടെ ടേൺ ഓവർ ഇനി വരാൻ വേണ്ടി പോവാണ്. അത് 1 ലക്ഷം കോടിയും 2 ലക്ഷം കോടിയും 5 ലക്ഷം കോടിയും 10 ലക്ഷം കോടിയുടെയും ടേൺ ഓവർ, ഇല്ലേ, നമ്മുടെ രാജ്യത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് ഗവൺമെന്റിന്റെ വരുമാനം കൂടുന്നു, TDS ആയാലും GST ആയാലും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിനെ ലീഗൽ ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തൊഴിൽ
ഏറ്റവും പരിഭാവനമാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഗവൺമെന്റിനെ സേവിക്കുന്നതോടൊപ്പം സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു സേവനമാണ് ഈ ഡയറക്ട് സെല്ലിംഗിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ നടത്തുന്നതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് മനസ്സിലായ ആള് നമുക്ക് ഇവിടെ ഏറ്റെടുക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. നമുക്ക് മാത്രമല്ല പെടപ്പണം, നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് പണം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വേറെ ഒരു ഇൻഡസ്ട്രിയിലും അതില്ല. നിങ്ങൾ വീട്ടിന്റെ അടുത്തൊരു ബേക്കറി തുടങ്ങിയാൽ അവിടെ നല്ല കച്ചവടം ഉണ്ടെങ്കിൽ അടുത്ത അപ്പുറത്തെ ഭാഗത്ത് വേറൊരാൾ വന്ന് ബേക്കറി തുടങ്ങും, ഇല്ലേ? അപ്പൊ വേറൊരാൾക്ക് വാശി ഒരു ആളെ മുപ്പത്ത് തുടങ്ങും. ഇങ്ങനെ ഒരു 3-4 ബേക്കറികൾ ഒരു വർഷത്തിനുള്ളിൽ അവിടെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവസാനം 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ ഈ 4 അടച്ചു കൂട്ടി പോയിട്ടുണ്ടാവും, ഇല്ലേ? അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ബിസിനസ് സംവിധാനം എന്ന് പറയുന്നത്. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ അങ്ങനെയല്ല. ഡയറക്ട് സെല്ലിംഗിൽ നമുക്ക് വരുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കും കൂടി ഒരു ഇൻകം ഫ്ലോ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുള്ളൂ. അതാണ് യഥാർത്ഥ സോഷ്യലിസം എന്ന് നമ്മൾ പറയുന്നത്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി സഹായിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 100% ലീഗൽ ഇൻഡസ്ട്രി. മനസ്സിലായില്ലേ? ഒരു സംശയവും വേണ്ട. വേൾഡ് അംഗീകരിച്ച ഇൻഡസ്ട്രി, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഇൻഡസ്ട്രി, സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ച ഇൻഡസ്ട്രി. ധൈര്യമായിട്ട് നമുക്ക് ആരുടെ മുമ്പിലും പറയാം, ഇനി വരും കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന്. ഒറ്റ കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഒരു 10 വർഷം കഴിയട്ടെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. സാധാരണക്കാരന്റെ കുട്ടികളും ഇവിടുത്തെ വലിയ സെലിബ്രിറ്റീസിന്റെ കുട്ടികളും ഇവിടുത്തെ വലിയ ബിസിനസ്സുകാരന്റെ കുട്ടികളും തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്, നോ ഡൗട്ട്. ഒരു സംശയവും വേണ്ട. 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, മുഴുവൻ ആളുകളും പഠിച്ച കുട്ടികൾ മുഴുവൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ അവരുടെ ഓപ്ഷൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് മാറുക എന്നുള്ളതായിരിക്കും. അവിടെയാണ് നമ്മുടെ വിജയം. അതിന്റെ മുന്നണി പോരാളികളാണ് നമ്മളാണ് ദീപശിഖയായിട്ട് ഈ സമൂഹത്തിന് വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങേണ്ടതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് കിട്ടിയ ഈ കർത്തവ്യം പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഈ അവസരത്തെ ഉപയോഗിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ഇൻഡസ്ട്രി എന്നാലും പറയാം. ഈ ഇൻഡസ്ട്രിയിലെ നമ്പർ 1 കമ്പനിയാണ്, അറിഞ്ഞോ അറിയാതെയോ ദൈവം നിങ്ങളിലേക്ക് എത്തിച്ച ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. നമുക്ക് അഭിമാനിക്കാം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും നമുക്കറിയാൻ പറയും, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വിജയിക്കണമെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് മിറാക്കിൾ ആയിരിക്കണം. അത് മാർക്കറ്റിൽ ലഭ്യമല്ലാത്തതായിരിക്കണം, മൊണോപ്പൊളി പ്രൊഡക്റ്റ് ആയിരിക്കണം, യുണീക് പ്രൊഡക്റ്റ് ആയിരിക്കണം, സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന റീസണബിൾ പ്രൈസ് ആയിരിക്കണം. ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം. ഈ രീതിയിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള മൊണോപ്പൊളി പ്രൊഡക്റ്റ് നമ്മുടെ സാഗർ ജോഷി സാർ, ബഹുമാന്യനായ പ്രിയങ്കരനായ നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ CMD അവതരിപ്പിച്ചപ്പോ അല്ലെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയിലേക്ക് വന്നു എന്നുള്ള. അപ്പൊ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ പല കമ്പനികളും നിങ്ങളെ അന്വേഷിച്ച് വരും. നിങ്ങളൊരു നല്ല ലീഡർ ആകുമ്പോൾ വീണ്ടും ആളുകൾ നിങ്ങളെ അന്വേഷിച്ച് വരും. എന്റെ അടുത്തേക്ക് ഒത്തിരി ഓഫറുമായിട്ട് പലരും വന്നിട്ടുണ്ട്, മനസ്സിലായ? അപ്പൊ പല ഓഫേഴ്സും നിങ്ങളുടെ അടുത്തേക്ക് വരും. തുടക്കക്കാരന് കുറച്ച് നിങ്ങൾ വരുമാനം വാങ്ങാൻ തുടങ്ങുമ്പോൾ നല്ലൊരു കമ്പനി ഞങ്ങളുടെ. അപ്പൊ ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡയറക്ട് സെല്ലിംഗ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ സെലക്ട് ചെയ്ത കമ്പനി ശരിയല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ഡയറക്ട് സെല്ലിംഗിൽ അടുത്ത പ്രത്യേകത. ഒത്തിരി കമ്പനികൾ, നല്ല കമ്പനി നോക്കി സെലക്ട് ചെയ്യാം. എന്താണ് വൈ ഈ ബയോട്ടോറിയം? അടുത്ത ചോദ്യം ഇതാണ്. എന്താണ് നിങ്ങൾ ഈ ബയോട്ടോറിയം തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നത്? ഡയറക്ട് സെല്ലിംഗിൽ എത്രയോ കമ്പനികൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികൾ സെലക്ട് ചെയ്യാലോ. വൈ ഈ ബയോട്ടോറിയം എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം, ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, കമ്പനിയുടെ പ്രൊഫൈൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് P അല്ലെ, ഫസ്റ്റ് പ്രൊഫൈൽ. രണ്ടാമത്തത് പ്രൊഡക്റ്റ്, മൂന്നാമത്തത് പ്ലാൻ, നാലാമത്തത് പേ ഔട്ട്സ്. ഇങ്ങനെ കുറെ Pകൾ ചേർന്ന്, അതാണ് P പില്ലേഴ്സ് എന്ന് പറയുന്നത്. P പില്ലേഴ്സ്. അപ്പൊ ഒരു കമ്പനിയെ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മനസ്സിലായി. പാസീവ് ഇൻകം, അൺലിമിറ്റഡ് ഇൻകം ഇല്ലേ, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, നോ റിസ്ക്, നോ ബോസ് ഇല്ലേ, റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റെക്കഗ്നേഷൻ കിട്ടും, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇല്ലേ, ലോകം മുഴുവൻ കറങ്ങി സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും, വളരെ ഹാപ്പിയോടുകൂടി ജീവിക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെയാണ് ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ സെലക്ട് ചെയ്യുന്ന കമ്പനി തെറ്റിപ്പോയാൽ അവിടെ നിങ്ങൾ വീണ്ടും സീറോയിലേക്ക് പോകും. അപ്പൊ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ 3-4 Pകൾ ശ്രദ്ധിക്കണം. ഒന്ന്, കമ്പനിയുടെ പ്രൊഫൈൽ, രണ്ടാമത് കമ്പനിയുടെ പ്രൊഡക്റ്റ്, മൂന്നാമത് കമ്പനിയുടെ പ്ലാൻ, നാലാമത് കമ്പനിയുടെ പേ ഔട്ട്സ്. അപ്പൊ പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്കറിയാം, വേൾഡിലെ തന്നെ ബെസ്റ്റ് കമ്പനിയാവും. ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കമ്പനികളാണ്. അവർ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കും, കുറച്ച് പ്ലാൻ ഉണ്ടാക്കും, എന്നിട്ട് അവര് ഈ രംഗത്തേക്ക് കടന്നു വരും. പക്ഷെ ബയോട്ടോറിയം അങ്ങനെയല്ല. ബയോട്ടോറിയം ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു എന്നുള്ളതാണ്. 2008 സ്ഥാപിച്ച നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സാഗർ ജോഷി സാർ, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം?
എപ്പോഴും ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇല്ലേ ബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ നമ്മൾ അടിക്കുമ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ എല്ലാം തീർന്നു, പണി തീർന്നു അല്ലേ. സോഫ്റ്റ്വെയറിൽ മിസ്റ്റേക്ക് വന്നാൽ എല്ലാം തീർന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ ആണ്. എത്ര ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഓൺ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ആർക്കുമില്ല. ഓൺലി ബയോട്ടോറി, അതാണ് നമ്മുടെ പ്രത്യേകത. ഓൺ സോഫ്റ്റ്വെയർ. പ്രൊഡക്റ്റ് മാത്രം പോരെ ഡയറക്ട് സെല്ലിംഗ് വിജയിക്കണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ നടക്കുന്ന പണിയാണിത് ഇല്ലേ. സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിരിക്കണം. ബയോട്ടോറിയത്തിന് മാത്രമാണ് സ്വന്തം സോഫ്റ്റ്വെയർ ഉള്ള കമ്പനി. ബാക്കിയെല്ലാം ഹയർ ചെയ്യുന്നതാണ്, വാടകയ്ക്ക് എടുക്കുന്നതാണ്, പർച്ചേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും എന്നർത്ഥം. അപ്പൊ ഓൺ സോഫ്റ്റ്വെയർ അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ. നിരവധി കമ്പനികൾക്ക്, ഏകദേശം 4800 കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത സോഫ്റ്റ്വെയർ വിദഗ്ധനാണ് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സാഗർ ജോഷി സാർ. അതുകൊണ്ട് ഏത് സമയത്തും അദ്ദേഹത്തിന് എന്തൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. പുതിയ പുതിയ ഓഫർ കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതോടൊപ്പം തന്നെ ബയോമാഗ്നറ്റിസത്തിൽ PhD എടുത്ത വ്യക്തി, അതുപോലെ തന്നെ നാനോ ടെക്നോളജിയിൽ PhD എടുത്ത വ്യക്തി. നമ്മൾ നോക്കണം ഒരു കമ്പനിയുടെ CMD കുറിച്ച് പ്രൊഫൈൽ പറയുമ്പോൾ അല്ലെ. ചില കമ്പനിയുടെ CMD കുറിച്ച് ഒന്നും പറയാനില്ല, അയാൾ ഏതോ MLM ചെയ്തു എന്നാ പറയണ കേൾക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അപ്പൊ അത്രയും നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിത്വമാണ് നമ്മുടെ സാഗർ ജോഷി സാർ. അപ്പൊ 2008 ട്രഡീഷണൽ ബിസിനസ്സിലൂടെ വരികയും പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് കൊറോണ വന്നപ്പോഴാണ് അദ്ദേഹം ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പ്രൊഡക്റ്റ് ആണെന്ന് തിരിച്ചറിയുകയും അതുപോലെ വിദേശത്തേക്ക് അയറ്റി കൊടുത്തിരുന്ന ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യൻ ജനങ്ങൾ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് അദ്ദേഹം വരികയും ചെയ്തത് എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ കമ്പനി നമ്പർ 1 ആണ്. എന്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ കമ്പനിക്ക് നിരവധി അവാർഡുകൾ ഇല്ലേ. ആദ്യം തന്നെ ആയുഷ് കൊറോണ യോദ്ധ അവാർഡ്. കൊറോണ സമയത്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രോബ്ലത്തിന് പെട്ടെന്ന് ഓക്സിജൻ അളവ് കുറയുന്നു, അപ്പൊ ബ്ലഡ് കോട്ടാവും. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് സാധിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സലന്റ് ഇയർ ഓഫ് ദ കമ്പനി അല്ലെ, എക്സലന്റ് കമ്പനി ഓഫ് ദ ഇയർ, ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നിരവധി അവാർഡ്, 100 കണക്കിന് അവാർഡുകൾ. ഓഫീസിൽ ചെന്ന് നോക്കണം നിങ്ങൾ, അവിടെ എല്ലാം അത് വെച്ചിട്ടുണ്ട് സാർ, എന്നാൽ കാണാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അവാർഡ്സുകളെല്ലാം തന്നെ. അതേപോലെ തന്നെ ഈ കമ്പനിക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടിയ അവാർഡാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ്. ഇന്ന് വരെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ഞാൻ ഒരിക്കലും ഇല്ല. അതുപോലെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയ അവാർഡ് കിട്ടിയ അല്ലെ ഒരേ ഒരു കമ്പനി, സ്വർണ്ണ ലിപികളാൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു പേരാണ് ഈ ബയോട്ടോറിയം ആൻഡ് സാഗർ ജോഷി. ആലോചിച്ചു നോക്കണം നിങ്ങള്. അപ്പൊ നമുക്ക് അഭിമാനിക്കാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി എന്ന് പറഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതാണ് ഈ ബയോട്ടോറിയം. എന്താ ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത? പിന്നെ നമ്മളെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇല്ലേ. ഇപ്പൊ കമ്പനി സ്ട്രോങ്, അതിന്റെ ഓഫീസ് അല്ലെ, 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഓഫീസ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. MD ലൈവ് ആണ്, 24 hours. എപ്പോ നോക്കിയാലും MD നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ വേണ്ടി സാധിക്കും. വെളുപ്പിന് 2 മണിക്ക് 3 മണിക്കൊക്കെ സാറിനെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ പ്രോഗ്രാമിലും കട്ടയ പിറകിലാണ് പല കമ്പനിയുടെ MD മാർ. അവരെ കാണത്തില്ല, അവരുടെ പേര് പോലും പലർക്കും അറിയത്തില്ല MD മാരെ. പക്ഷെ നമ്മുടെ ഡോക്ടർ സാഗർ സാറ് നമ്മള് ഒരു സൂമിൽ വിളിച്ചാലും അദ്ദേഹം വരും അല്ലെ. ഡയറക്റ്റ് ഒരു പ്രോഗ്രാം ഇപ്പൊ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ഇപ്പൊ 1-2 തവണ വന്നു അദ്ദേഹം. അടുത്ത സെപ്റ്റംബറിൽ 2000 പേരുടെ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ബഹുമാന്യനായ പ്രിയങ്കരനായ സാഗർ ജോഷി സാറ് സെപ്റ്റംബർ ലാസ്റ്റിൽ കേരളം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ആലോചിച്ച് നോക്കണം. അതാണ് നമ്മളെ നയിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്, കട്ടന് പിറകിലല്ല. അതാണ് നമുക്ക് ബയോട്ടോറിയത്തിന്റെ ആവേശം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ അവാർഡുകൾ, കമ്പനി സ്ട്രോങ് ആണ്. അത് പ്രൊഡക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക തന്നെയാണ്. റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ്, റീസണബിൾ പ്രൈസ് ആണ്. ഒരു സാധാരണക്കാരനെ വാങ്ങാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ 25 മുതൽ 40 വർഷം വരെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് യാതൊരു പരാതി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പൊ വെറും ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുമായിട്ട് തുടങ്ങിയ കമ്പനി ഇന്ന് ഏകദേശം നിരവധി ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഇപ്പൊ മാർക്കറ്റിലുള്ളത്. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് അല്ലെ. നമുക്കറിയാം, ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും പോഷകങ്ങളും നമുക്ക് കൊടുക്കണം സെല്ലിന്. അപ്പൊ സെല്ലുകൾക്ക് പോഷകം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. അപ്പൊ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ അറിയാം, നമുക്ക് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ ദോശ, ചപ്പാത്തി അല്ലെ, ഇഡ്ഡലി, പുട്ട്, ഇതെല്ലാം തന്നെ അരി ഭക്ഷണമാണ്.
ഉച്ചയാകുമ്പോഴൊക്കെ നല്ല ചോറ്, രാത്രിയാകുമ്പോൾ വീണ്ടും കഞ്ഞി. ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം പ്രത്യേകിച്ച് ഇല്ലേ ഷുഗറിന്റെ സംസ്ഥാനമായിട്ട് തലസ്ഥാനമായിട്ട് മാറിയത്, ഡയബറ്റിന്റെ തലസ്ഥാനമായിട്ട് മാറിയത് ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പം സെല്ലുകൾക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം, ഫൈബർ കിട്ടുന്ന ഇലക്കറി കഴിക്കണം, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കണം. ഇതൊന്നും നമ്മൾക്ക് സാധാരണക്കാരന് ഡെയിലി വാങ്ങി കഴിക്കാൻ പറ്റും. അതിന് പകരമായിട്ടാണ് നമ്മുടെ അൾട്രാബെറി പോലുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, മോർ പവർ ഉള്ള വേൾഡിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് പ്രൊഡക്റ്റുകൾ, മനസ്സിലായി, ഇതെല്ലാം തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇംപ്ലിമെന്റ് ആയിട്ട് നമ്മുടെ ബോഡി ഹെൽത്തി ആവും. അപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വരില്ല. ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്നതാണ്, അവിടുന്ന് കിട്ടുന്നത് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ ആണ്, കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് സ്വാഭാവികമായിട്ട് നമ്മുടെ സെല്ലിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരം അതുമായിട്ട് പ്രതിപ്രവർത്തിക്കുകയും പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് പലതരത്തിലുള്ള സൈഡ് എഫക്ട് ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ന്യൂട്രാസ്യൂട്ടിക്കൽ രണ്ടും രണ്ട് വിങ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ നമ്മൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ അപാരമായ റിസൾട്ട്, 100% ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിസൾട്ടുകളാണ്. ഷുഗർ ആയാലും ഇതെല്ലാം പോഷകാഹാരങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പൊ പ്രൊഡക്റ്റ് ആണെങ്കിൽ മിറാക്കിൾ ഇപ്പൊ A to Z പ്രൊഡക്റ്റ് നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് അല്ലെ, ബി ടു പ്ലെയിൻ അല്ലെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ളത്. ആ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഒരു സംവിധാനം വരാൻ വേണ്ടി പോവാണ്. അതാണ് ഇത്രയും നാളെ നമുക്കൊരു മദർ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൺസ്യൂമറിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് കൺസ്യൂമർ ഡാറ്റ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ വലിയൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മധുരമായ ഫലം അനുഭവിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മദർ പ്ലാനിലൂടെ നടക്കുന്നത്, ഇല്ലേ? എല്ലാവർക്കും അറിയാം. ആ ഒരു ഇൻകം മാത്രമാണ് നമുക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ജൂലൈ 1 മുതൽ നമുക്ക് വേറെ ഇൻകം കൂടെ സ്റ്റാർട്ട് ചെയ്തു, അല്ലേ? കസ്റ്റമർ ക്രിയേഷനിലൂടെ കസ്റ്റമർ കമ്മ്യൂണിറ്റി